എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കടച്ചക്കയുടെ സീസണാണല്ലോ, അതുകൊണ്ട് കടച്ചക്ക പറിച്ച് ഇന്ന് ഉച്ചയൂണിന് കടച്ചക്ക കറികളാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറിയെ വെല്ലുന്ന കടച്ചക്ക മസാലക്കറിയും കടച്ചക്ക മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. 4 കടച്ചക്ക പറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയും കൂഞ്ഞലും എല്ലാം ചെത്തിക്കളഞ്ഞ് അരിഞ്ഞെടുക്കാം. ഇനി ചക്കയുടെ പോലെ ചെറിയ അരക്കൊക്കെയുണ്ട്. 4ആയി മുറിച്ചിട്ട് അതിൻ്റെ കൂഞ്ഞലും തൊലിയെല്ലാം ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലേക്കിടാം. വെള്ളത്തിൽ ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കളറൊക്കെ മാറി വരും. അതുകൊണ്ടാണ് ഉപ്പ് വെള്ളത്തിലേക്ക് ഇടണമെന്ന് പറയുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്ത വെള്ളത്തിലേക്ക് അരിഞ്ഞതെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ ഒരു വലിപ്പത്തിന് അരിഞ്ഞ് ചേർത്താൽ മതി. 3-4 പ്രാവശ്യം കഴുകി കുക്കറിലാക്കി വേവിച്ചെടുക്കാം. കുക്കറിലാവുമ്പോൾ 2 സ്റ്റീം കേട്ടാൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, നന്നായി വെന്ത് കിട്ടും. കുക്കറിലേക്ക് വെച്ചു ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കാം. അവിടെ ഇരിക്കട്ടെ. 2 സ്റ്റീം കേട്ടാൽ മതി. 2 സ്റ്റീം കേട്ട് കഴിഞ്ഞു. എന്തായാലും തുറന്നു നോക്കാം. കണ്ടോ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന ഒന്നാണ് കടച്ചക്ക. നമുക്കൊരു വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അരപ്പും മസാല ചേർത്ത് കൊടുക്കാം. തേങ്ങ, ചുമന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ വറുത്തരച്ച അരപ്പും പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. കറിവേപ്പില ചേർത്ത് കൊടുത്തു. കടച്ചക്ക മസാലക്കറിയും കടച്ചക്ക മെഴുക്കുവരട്ടിയും ഇതിനു മുമ്പ് വിശദമായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഷോർട്ടായിട്ട് പറയുന്നത്. ടേസ്റ്റ് നോക്കിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായി ഒന്ന് തിളച്ചാൽ മതി, വെന്തിരിക്കുന്നതാണ്. ഇനി ഒന്ന് കടുക് വറുത്തിട്ടാൽ മതി. ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടി ചിക്കൻ കറിയെ വെല്ലുന്ന കടച്ചക്ക മസാലക്കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കും. കുറച്ച് ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. വറ്റൽമുളകും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ചതച്ച് വെളിച്ചെണ്ണയും മൂപ്പിച്ച് അതിലേക്ക് കടച്ചക്ക വെന്തത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് കടച്ചക്ക മെഴുക്കുവരട്ടിയും കടച്ചക്ക മസാലക്കറിയും റെഡിയായി. ഇനി ഊണ് വിളമ്പാം. 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കടച്ചക്ക കറിയും കൂട്ടി കഴിക്കാൻ. കൂടെ ഉണക്കച്ചെമ്മീൻ ഫ്രൈയും വറ്റൽമുളകും കടുമാങ്ങ അച്ചാറും. പോരാത്തതിന് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ചേർത്ത പച്ചമോരുമുണ്ട്. ഇന്നത്തെ ഊണ് കുശാലായി. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.